നമസ്കാരം. ശുക്രനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ശുക്രൻ വിശാഖം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വിശാഖം നക്ഷത്രത്തിന്റെ അധിപനായി പരാമർശിക്കുന്നത് വ്യാഴത്തെയാണ്. അതിനാൽ തന്നെ ഈ നക്ഷത്രമാറ്റം ചിലരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാണ്. പ്രധാനമായും സമൃദ്ധി നിറയുന്നതായ കാര്യമാകുന്നു. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ പലവിധ സൗഭാഗ്യങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ലോട്ടറി ഭാഗ്യം, നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തന്മൂലം നേടുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈ രാശിക്കാർ, ഈ ഭാഗ്യരാശികൾ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തുലാം. ആദ്യത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. പ്രധാനമായും ലോട്ടറി ഭാഗ്യത്തിനുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ, വലിയ തുക തന്നെ ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലായ സമയമാകുന്നു. ലാഭകരമാകുന്ന നക്ഷത്രമാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. തുലാത്തിന്റെ ലഗ്നഭാവത്തിലാണ് ഈ മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ തന്നെ വളരെയധികം വ്യക്തിത്വം, നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള വ്യക്തിത്വം, ആകർഷകമായ വ്യക്തിത്വം ഈ സമയം പുലർത്തുവാൻ സാധിച്ചു എന്ന് വരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. കരിയറിൽ വിജയങ്ങൾ നേടാം. ബിസിനസ് പരമായ ഉയർച്ച നേടുവാൻ സാധിക്കും. പ്രതികൂലമായ കാര്യങ്ങളെ പോലും അനുകൂലമാക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ദാമ്പത്യ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമായി തീരും. കലഹങ്ങൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ലാഭം കൊയ്യാൻ ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഇത്. ഈ സമയം മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നവരാണ് എങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഇത്തരത്തിൽ ധനപരമായ ഉയർച്ചയും നേട്ടങ്ങളും വന്നു ചേരാം. പ്രതീക്ഷിക്കാതെയാണ് കൈകളിലേക്ക് ധനം വന്നു ചേരുക. തിരികെ ലഭിക്കാനുള്ള ധനം പോലും കൈകളിലേക്ക് വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടോ സമ്മാനങ്ങൾക്കുള്ള സാധ്യതയും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച്, അതായത് ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം പലവിധ പ്രയാസങ്ങൾ തരണം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നിരുന്നാലും പ്രശ്നങ്ങൾ ബാക്കിയാണ് ജീവിതത്തിൽ എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പലവിധ ടെൻഷനുകളുണ്ട്. സാമ്പത്തികപരവും അല്ലാതെയുമായ ടെൻഷനുകളാണ് കൂടുതലായും നിങ്ങൾക്കുള്ളത്. അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന, ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശുക്രന്റെ നക്ഷത്രമാറ്റം നേട്ടമാകുന്ന രാശി തന്നെയാണ് മകരം രാശി. ഈ രാശിയിൽ ജനിച്ച വ്യക്തികളുടെ കർമ്മഭാവത്തിലാണ് ശുക്രൻ നക്ഷത്രമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മികച്ചതായ പ്രകടനങ്ങൾ, അവസരങ്ങൾ വന്നു ചേരുന്നതായ സമയം തന്നെയാണ് ഇത്. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഈ രാശിക്കാർക്ക് അനുകൂലം തന്നെയാണ് സമയം. അവസരങ്ങൾ തേടിയെത്താം. കൂടാതെ കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭൗതിക സുഖങ്ങൾ, സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. പാരമ്പര്യമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് വന്നു ഭവിക്കാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള, ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. അതിനാൽ ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ എന്തും അമിതമായാൽ ആപത്താണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ശുക്രനുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. അതിനാൽ തന്നെ ഇവർ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാർ ചില കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശുക്രനുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നേടിയെടുക്കാൻ പോകുന്ന, കൈവരിക്കാൻ പോകുന്ന രാശിക്കാർ തന്നെയാണ് കന്നി രാശിക്കാർ. വിശാഖം നക്ഷത്രത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവർക്ക് സമ്പത്ത് വളരെയധികം വർദ്ധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം. ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും അനുകൂലമാകാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സമ്പത്ത് വർദ്ധിക്കാം. കൂടാതെ ഇവർക്ക് നല്ല പെരുമാറ്റം കാഴ്ചവെക്കുവാനും ആകർഷകമായ വ്യക്തിത്വത്താൽ പല കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ ഉയർച്ച നെറുക്കെടുപ്പിലൂടെയും പ്രധാനമായും ഇവർക്ക് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾ, വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാം. ലാഭം കുതിച്ചുയരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധ്യത കൂടുതലാണ്. കരിയറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ അവസരങ്ങൾ പോലും വന്നു ചേരാം. പ്രേമബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മറികടക്കുവാൻ സാധിക്കും. കൂടാതെ ജീവിതത്തിൽ സുഖകരവും സന്തോഷകരവുമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും ധനപരമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ശത്രുക്കളുടെ പ്രഭാവത്താൽ അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗ്യം മങ്ങി നിൽക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിൽ ചില മാറ്റങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാം. വളരെ കാലമായി പ്രതീക്ഷിക്കുന്നതായ ധനം നിങ്ങൾക്ക് വന്നു ചേരാം. ലഭിക്കാതിരിക്കുന്നതായ ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുക. ഈ സമയം ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതും സർവ ഈശ്വരപ്രദം തന്നെയാകുന്നു. ഈ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. അവസരങ്ങളാണ് വന്നു ചേരുക, അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. എന്നാൽ എന്ത് കാര്യവും അമിതമായാൽ ആപത്താണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്.